അങ്ങനെ രാവിലെ തന്നെ റെഡിയായി ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ഞാൻ. നല്ല മനുഷ്യൻ, എനിക്ക് പോകേണ്ട ബസ് കൃത്യമായിട്ട് പറഞ്ഞു. അപ്പോഴേക്കും എൻ്റെ ബസ് വന്നു. ഇനി ഇവിടുന്ന് പോകാനുള്ളത് ധരംശാലയിലേക്കാണ്. ബസ്സിലാണ് നല്ല അടിപൊളി ഹിന്ദി പാട്ടും വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഒരു വൈകുന്നേരം അടുപ്പിച്ച് നമ്മൾ ബസ് സ്റ്റാൻഡിലെത്തി. നമ്മുടെ ധരംശാലയാണെങ്കിൽ കോട കൊണ്ട് മൂടി കൊടും തണുപ്പിലായിരുന്നു. രാത്രിയിലത്തെ ഭക്ഷണം അത്യാവശ്യം കാര്യമായിട്ട് തന്നെ ഞാൻ കഴിച്ചു. ഇതാണ് നമ്മൾ നേരത്തെ കണ്ട സ്ഥലത്തിന്റെ നൈറ്റ് വ്യൂ. പിറ്റേ ദിവസം രാവിലെ റൂമിൽ നിന്ന് പുറത്തിറങ്ങി നോക്കി ഞാൻ അമ്പരന്ന് നിന്നുപോയ അവസ്ഥയായിരുന്നു. ഒരൊറ്റ കാഴ്ചയിൽ ഹിമാലയൻ മൗണ്ടൻസും അതിന് താഴെയുള്ള സൺറൈസും പിന്നെ ക്ലൗഡ് ബെഡും. സത്യം പറഞ്ഞത് എല്ലാവരും കണ്ടപ്പോൾ തന്നെ ലോട്ടറി അടിച്ചൊരു ഫീലായിരുന്നു. ഇനി അതും പോരാഞ്ഞിട്ട് ചന്ദ്രന്റെ താഴെയും ക്ലൗഡ് ബെഡ്. ഈ സന്തോഷം ഞാൻ പാട്ട് വെച്ചങ്ങ് ആഘോഷിച്ചു. ഇനി നമുക്ക് ഓരോ സ്ഥലങ്ങളായിട്ട് കണ്ടുവന്നാലോ. ധരംശാല എന്നൊരു ഷെയർവാനിൽ കയറി ഞാൻ നേരെ മെക്ലോഡ് ഗഞ്ചിലെത്തി. ഇവിടുന്ന് നമ്മൾ ആദ്യം പോകുന്നത് ഡെലൈലാമ ടെമ്പിളിലേക്കാണ്. ഇതൊരു ടിബറ്റൻ ബുദ്ധിസ്റ്റ് സെന്റർ ആണ്. 14ാമത്തെ ഡെലൈലാമയുടെ ഒഫീഷ്യൽ റെസിഡൻസും ടിബറ്റൻ റെസിലിയൻസിന്റെയും കൾച്ചറിന്റെയും ഒരു സിംബലായി ഈ ക്ഷേത്രം നിലകൊള്ളുന്നു. പ്രയർ വീൽസും വളരെ പീസ്ഫുൾ ആയിട്ടുള്ള അറ്റ്മോസ്ഫിയറും ഒക്കെ ഇവിടുത്തെ മറ്റ് പ്രത്യേകതകളാണ്. എന്നിട്ട് ദേ മധുരം മേടിച്ച് ഞാൻ പുറത്തിറങ്ങി. ഇതിന്റെ പരിസരത്താണെങ്കിൽ ഒത്തിരിയും കടകളുണ്ട്. ഇനി ഈ കടകൾ ഓരോന്നായിട്ട് കണ്ടു കിടക്കണം. പിന്നെന്തെങ്കിലുമൊക്കെ വാങ്ങുകയും വേണം. മിക്കവാറും കടകളിലെല്ലാം ടിബറ്റുകാരായിരുന്നു. ദേ അമ്മൂമ്മ നല്ല ക്യൂട്ടായിട്ടുണ്ടല്ലേ. എന്തിന്, നമ്മുടെ ഡോൾമാമായി വരെ ഇവിടെ കച്ചവടം നടത്തുന്നുണ്ട്. ഇതാണ് ഹിമാചൽ സ്പെഷ്യൽ സിഡ്ഡു മോമോസ്. ഇത് നമ്മുടെ ഒരു കാശ്മീരി ചേട്ടൻ നടത്തുന്ന ജാക്കറ്റ് കടയാണ്. അവിടുന്ന് ഒരു ജാക്കറ്റ് ഒക്കെ സെറ്റാക്കി ഞാൻ നേരെ പോകുന്നത് സെന്റ് ജോൺസ് ചർച്ചിലേക്കാണ്. ഇതാണ് ധരംശാലയിലെ സെന്റ് ജോൺസ് ഇൻ ദ വൈൽഡർനെസ് ചർച്ച്. നോർത്ത് ഇന്ത്യയിലെ ഏറ്റവും പഴയ കത്തീഡ്രലിൽ ഒന്നാണിത്. 1863 ഇവിടെ വെച്ച് അന്തരിച്ച ബ്രിട്ടീഷ് വൈസ്രോയി ലോർഡ്സ് എൽഗിന്റെ സ്മാരകവും ഇവിടെയുണ്ട്. അതെല്ലാം കണ്ടു കിടന്ന് അവിടുന്ന് നേരെ പോയത് അടുത്തുള്ളൊരു നേപ്പാളി ചേച്ചിയുടെ ഷോപ്പിലേക്കാണ്. അവിടുന്ന് ഒരു നേപ്പാളി സ്പെഷ്യൽ മോമോസും കുറച്ച് നേപ്പാളി ഭാഷയൊക്കെ പഠിച്ച് ഞാൻ ഇന്നത്തെ യാത്ര അവസാനിപ്പിക്കുകയാണ്. ബാക്കി വിശേഷങ്ങളൊക്കെ ആയിട്ട് നാളെ കാണാം.